പ്രീതേ, ഈ യാസിറും ഷിബിലയും തമ്മിലുള്ള പ്രണയം അവസാനം പാവം ആ ഷിബിലയെ യാസിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മയക്കുമരുന്നിന് അടിമയായി കൊല ചെയ്തു എന്നുള്ളതല്ലേ? അതായത് കൊല ചെയ്ത സമയത്ത് യാസിർ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇയാൾ കൃത്യമായിട്ടും ഈ ലഹരിക്ക് അടിമയായിരുന്നു. അവിടെ ഒരു തട്ടുകടയുണ്ട്, എവിടെ, ഈ താമരശ്ശേരിയിൽ. ആ താമരശ്ശേരിയിൽ ഒരു തട്ടുകട കേന്ദ്രീകരിച്ച് രാസലഹരി വിൽപ്പനയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആ തട്ടുകടയിൽ ജോലി ചെയ്യുന്നയാളാണ് ഈ പറയുന്ന യാസിർ. യാസിറും ഈ പറയുന്ന ഷിബിലയും അവര് നക്കലമ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന സമയത്ത് അയൽവാസികളായിരുന്നു. അങ്ങനെയാണ് ഷിബിലയും യാസിറും തമ്മിൽ അടുക്കുന്നത്. അടുത്തു. അതിനൊക്കെ ശേഷം അപ്പോഴും രണ്ട് വീട്ടുകാരും ഏറെ എതിർപ്പായിരുന്നു. അതിനുശേഷം യാസിറിന്റെ കുടുംബം നക്കലമ്പാട് നിന്ന് പോയി. പക്ഷെ അപ്പോഴും ഇവർ തമ്മിലുള്ള പ്രണയം തുടർന്നു. ഈ ഷിബില എന്ന് പറയുന്ന യുവതി യാസിറിനൊപ്പം ഇറങ്ങിപ്പോകുന്നത് പോലും മറ്റൊരാളുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഇവർ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു എന്നൊക്കെ സാധാരണ ഈ പ്രണയിതാക്കളൊക്കെ വീട്ടിൽ എന്തെങ്കിലും വിഷയം വരുമ്പോൾ പറയല്ലോ, ഇല്ല ഈ അവനുമായിട്ട് ബന്ധമില്ല അല്ലെങ്കിൽ അവളുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയില്ല. അത്തരത്തിൽ ബന്ധമില്ല എന്നൊക്കെ പറയുകയും അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഷിബിലയെ മറ്റൊരാളുമായി നിക്കാഹ് ചെയ്യിച്ചിരുന്നു. അപ്പോഴാണ് ഷിബില പ്രണയം തലയ്ക്ക് പിടിച്ച്, യാസിറിന് ലഹരി തലയ്ക്ക് പിടിച്ചതുപോലെ ഷിബിലയ്ക്ക് പ്രണയം തലയ്ക്ക് പിടിച്ച് യാസിറിൻ്റെ ഒപ്പം ഇറങ്ങി പോവുകയും വിവാഹം രജിസ്റ്ററൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തത്. കുറച്ചു കാലം ഈ യാസിർ എന്ന് പറയുന്നത് ബേക്കറിയിൽ ഒരു ജീവനക്കാരനായി നിന്നിരുന്നു. അതിനുശേഷമാണ് അതിനടുത്തുള്ള ഈ തട്ടുകടയിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ പറയുന്ന യാസിർ വളരെ ഭീകരമായ രീതിയിൽ കല്യാണ ദിവസത്തിൻ്റെ അന്ന് മുതൽ ഷിബിലയെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ്. 23 വയസ്സ് മറ്റേ ഉള്ളൂ ഈ പറയുന്ന ഷിബില എന്ന് പറയുന്ന പെൺകുട്ടിക്ക്. വെറും 23 വയസ്സാണ് ഉള്ളത്. അപ്പോൾ 18 വയസ്സിലാണ് ഈ അബദ്ധം ഈ കുട്ടി ചെയ്യുന്നത്. അപ്പോൾ വീട്ടുകാർ എതിർത്തു. അതിന് പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ വീട്ടുകാർക്കൊക്കെ ഇയാളുടെ സ്വഭാവം അറിയാമായിരുന്നിരിക്കാം. അപ്പോൾ ഈ കെയറിങ് ഉണ്ടല്ലോ, പലരും അവതരിക്കുന്നത് കെയറിങ്ങിൻ്റെ ദൂതന്മാരായിട്ടാണ്. അപ്പോൾ ഈ 18 വയസ്സ് എന്നൊക്കെ പറയുന്നത് അതായത് ആണിലും പെണ്ണിലും പലതരത്തിലുള്ള ഹോർമോൺ വേരിയേഷൻസ് ഒക്കെ വരുന്ന അതെ. അപ്പോ ഇതില് വരുമ്പോൾ പ്രണയം എല്ലാവർക്കും ഉണ്ടാവേണ്ടതുമാണ്. അതൊക്കെ വരേണ്ട വികാരങ്ങളാണ്, അല്ലെങ്കിൽ പിന്നെ മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനൊക്കെ എവിടെ അതിർവരം വിടുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ജീവിതം ഇനി എങ്ങനെ എന്നുള്ളത് നിശ്ചയിക്കപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വീട്ടിലൊരു പക്ഷേ അച്ഛനും അമ്മയും അത്രയും നാളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നുമ്പോഴും ഉണ്ണുമ്പോഴും ഊട്ടിയൊക്കെ വളർത്തുന്നതായിരിക്കും. ആ പ്രായത്തിൽ പോലും ഊട്ടി വളർത്തുന്ന അച്ഛനമ്മമാരുണ്ട്. മക്കളുടെ ജീവന് വേണ്ടി ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടുള്ള മാതാപിതാക്കളുണ്ട്. അങ്ങനെ അച്ഛനും അമ്മയും എന്ന് പറയുന്നതേ എനിക്ക് തോന്നുന്നു അച്ഛനും ഭാര്യ ഭർത്താവ് ബന്ധത്തെക്കാൾ ഉപരിയാണ് മക്കളോടുള്ള ആ അച്ഛനും അമ്മമാരോട്. അതായത് ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളൊന്നും അതൊന്നും തന്നെ ഈ മക്കളിലേക്ക് ബാധിക്കാറില്ല. ആ സ്നേഹത്തിന് കുറവ് വരാറില്ല. പിന്നെ എല്ലാ കാര്യത്തിലും എക്സെപ്ഷൻസ് ഉള്ളതുപോലെ ചില അച്ഛനമ്മമാർ അങ്ങനെയാണ്. അങ്ങനെ ചില ജന്മങ്ങളുണ്ട്, പടുജന്മങ്ങളുണ്ട്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കെയറിങ് ഒക്കെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ മക്കളൊക്കെ ഈ 10-18 വയസ്സിലൊക്കെ ആദ്യത്തെ ഒരു പ്രണയം എന്നൊക്കെ ചിലപ്പോൾ 13 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഈ ഹോർമോൺ വേരിയേഷൻസ് ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ തുടങ്ങും. അതെ, അത് ഇപ്പോൾ 1-2 പ്രണയങ്ങൾക്ക് ശേഷമാണ് പലരുടെയും വിവാഹം. ഈ വിവാഹം അതൊക്കെ ഇൻഫാക്ച്വേഷനും പ്രണയവും ഒക്കെയാണ്. എല്ലാ ബന്ധങ്ങളിലും വിവാഹത്തിൽ കലാശിക്കണം എന്നൊന്നുമില്ല. പക്ഷേ കലാശിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെ അതിർവരമ്പിടണം, ഇത് നമുക്ക് പറ്റുന്നതാണോ, ഇത് എൻ്റെ ജീവൻ എടുക്കുന്ന പ്രണയമാണോ. ഇപ്പോൾ ടോക്സിക്
ടോക്സിക് ആയിട്ടുള്ള പല ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. പലരും വളരെ കെയറിങ് ആയിട്ടൊക്കെ വരും. എന്നിട്ട് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളോട്, ഒരിക്കൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിനിയെ വന്നിട്ട് ഒരു പ്രണയിതാവ് വന്ന് തല്ലി കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് അന്നേ എനിക്ക് ദഹിക്കൂല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിന്റെ വായിൽ നിന്ന് നാക്കില്ലേ, നീ എന്തിനാ ഇങ്ങനെ തല്ലുന്നതിനൊക്കെ നിന്ന് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, അത് ഞാൻ ചെയ്തതിൽ തെറ്റുണ്ട്. നമ്മൾ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഒരുപക്ഷെ നിന്നേക്കാൾ മുതിർന്നയാളാണ്, അപ്പോൾ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം, തല്ലുകയല്ലല്ലോ വേണ്ടത് എന്നാണ് ചോദിച്ചത്. പക്ഷെ അവരിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്നു, ഗോഡ് ബ്ലസ്. അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഈ പ്രണയം ചിന്നിച്ചിതറി പോകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള, അതായത് നമ്മളെ തല്ലിയിട്ടും ആദ്യമൊക്കെ നമ്മളോട് കെയറിങ്ങും ഉണ്ടെന്ന് തരും. അതിനുശേഷം മെല്ലെ 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 ഇവരുടെ അധികാരം സ്ഥാപിക്കും. ആ വസ്ത്രമിടരുത്, അവിടെ ഞാൻ നേരിട്ട് അറിയാം എനിക്ക്, നീ ഇന്ന ആളുടെ വീട്ടിൽ, ആ കുട്ടിയുടെ ബന്ധുവിൻ്റെ കല്യാണമാണ്, ആ ബന്ധുവിൻ്റെ കല്യാണത്തിൽ ഈ കുട്ടിയെ നോക്കുന്ന ഒരാൾ വരും, അതുകൊണ്ട് നീ ആ കല്യാണത്തിന് പോകണ്ട. ഒരു കുടുംബം അടക്കം കല്യാണത്തിന് പോകാൻ നിൽക്കാണ്. അവിടെയാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ടോക്സിക് ആണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ. ഇത് പറയുമ്പോഴേ ഈ കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുന്നെയാണ്, 2 മാസത്തിന് മുന്നെയാണ് നമ്മളെ തൃപ്പൂണിത്തുറ ആ പെൺകുട്ടിയുടെ കൊലപാതകം. ചേട്ടൻ പറഞ്ഞത് തൃപ്പൂണിത്തുറയിലെ സംഭവം. അതും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടിയെ എടുത്തു വളർത്തിയതാണ്. ആ എടുത്തു വളർത്തിയ അമ്മയ്ക്ക് അയാളുടെ, അതായത് അച്ഛൻ്റെ മരണശേഷം അമ്മയ്ക്ക് മറ്റു വീട്ടിലേക്ക് നിൽക്കേണ്ടി വന്നു. ഈ കുട്ടി പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. പിന്നീട് ഈ പറയുന്ന കാമുകൻ നിരന്തരം വരാൻ തുടങ്ങി. അവളെ അത്തരത്തിൽ ആ കുട്ടിയെ വളരെയധികം പീഡിപ്പിച്ചു അല്ലേ. അതിനു മുമ്പ് തന്നെ ഏതോ ബസ്സിലെ കണ്ടക്ടർ, പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ചേർന്ന് ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവളെ നോക്കുന്നവരും മുഴുവനും ഇവളുടെ അടുത്ത് വരുന്നവരാണ് എന്നുള്ള ധാരണയിലാണ് ഇവൻ വന്ന് ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. അപ്പോഴും ആ അമ്മ പറഞ്ഞു, മകളെ ഇത് ശരിയല്ല, ഈ പോക്ക് ശരിയാകില്ല, നിനക്ക് വേണമെങ്കിൽ നീ വീട്ടിൽ നിന്ന് ആളെ വന്ന് ചോദിക്കും, ഞാൻ കല്യാണം കഴിച്ചു തരാമെന്ന് വരെ ആ അമ്മ പറഞ്ഞിരുന്നു. അപ്പോഴൊന്നും കേട്ടില്ല. അവസാനം ആ അമ്മ സ്വന്തം ജീവൻ കൊണ്ട്, ഈ കുട്ടി പറഞ്ഞാൽ അനുസരിക്കാത്തത് കൊണ്ട് തന്നെ ആ അമ്മ സ്വന്തം ജീവൻ കൊണ്ട് മാറി താമസിക്കേണ്ടി വന്നു. അവസാനം കാണുന്നത് നമ്മൾ അവളുടെ മരണമാണ്. അവളുടെ മരണത്തോടു കൂടിയാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അതെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ പ്രണയം എന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ കണ്ണും കാതും അടപ്പിക്കുന്നുണ്ട്. കണ്ണും കാതും അടപ്പിക്കുന്നതൊക്കെ ഒരു പ്രായം എത്തിയതിനു ശേഷം, ഒരു വിവേചന ബുദ്ധിയൊക്കെ വന്നതിന് ശേഷമാണെങ്കിൽ കുഴപ്പമില്ല. ഈ പറയുന്ന ഷിബിലയ്ക്ക് 18 വയസ്സുള്ളപ്പോഴാണ് ഷിബില ഈ ഒരു അബദ്ധം ചെയ്യുന്നത്. എന്നിട്ട് 23 വയസ്സിൽ കുട്ടിയായതിനു ശേഷം ഷിബില സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ എത്തിയപ്പോൾ ഈ പറയുന്ന ഈ റംസാൻ കഴിഞ്ഞതിന് ശേഷം, നോമ്പുകാലം കഴിഞ്ഞതിന് ശേഷം ഇത് പറഞ്ഞ് ശരിയാക്കാമെന്നായിരുന്നു ഷിബില ധരിച്ചിരുന്നത്. ആ ഷിബിലയെയാണ് ഈ പറയുന്ന യാസിർ വന്ന് കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തുമ്പോഴും അവൻ പറഞ്ഞിരുന്നത്, ഞാൻ നിന്നെ ഏറ്റവും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. കൊലപ്പെടുത്തുന്ന നിമിഷം യാസിർ പറഞ്ഞ വാക്കുകൾ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഷിബിലയ്ക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഞാനിത് പറയുമ്പോഴേ പ്രീത ഇപ്പോൾ ഇത്രയും സമയം എന്നോട് സംസാരിച്ചപ്പോൾ ഈ പ്രണയിതാക്കൾ, ഇന്നത്തെ 18 വയസ്സ് 19 വയസ്സുകാരുടെ ഇതേക്കുറിച്ച് പറഞ്ഞു. അത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം, എവിടെയാണ് പ്ലേസ് എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ കണ്ണിൽ കണ്ട ഒരു കാഴ്ചയാണ്. അതായത് പ്രണയിതാക്കൾ തമ്മിൽ, ഇപ്പോൾ പ്രീതയോട് പഠിച്ച ഒരു പെൺകുട്ടിയെ പിന്നെ കാമുകൻ തല്ലുന്ന രംഗം കണ്ട് അവരിപ്പോൾ സുഖമായി ജീവിക്കുന്നു പറയുന്നു. ഇന്നലെ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. അതായത് ഒരു 23 വയസ്സോ 21 വയസ്സോ വരുന്ന PG വിദ്യാർത്ഥികളാകാനാണ് സാധ്യത. ആദ്യം പിന്നെ കാമുകനെ തല്ലുകയാണ്, അറഞ്ചം പുറഞ്ചം തല്ലുകയാണ്, തിരിച്ച് കാമുകനും തല്ലുകയാണ്. ശേഷം രണ്ടുപേരും ഒന്നും സംഭവിക്കാത്തതുപോലെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എനിക്കതൊന്നും കണ്ടിട്ട് മനസ്സിലായി. എന്നിട്ട് ആരെങ്കിലും ഇടപെട്ട് ചേട്ടൻ? ആരും ഇടപെട്ടിട്ട്. എന്താണെന്ന് അറിയാം, സദാചാര പോലീസിംഗ് മാത്രമല്ല, ഈ പറയുന്നതിൽ ആണാണോ പെണ്ണാണോ, വല്ല ഡ്രഗും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത്, ഇവർ ഡ്രഗ് കാരിയേഴ്സ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമുക്കറിയാം, ഈ സംസ്കാര ജംഗ്ഷനിൽ നടന്ന ആ റിൻസി എന്ന് പറയുന്ന പെൺകുട്ടി പോലീസിനോടാണ് പറഞ്ഞത്. പോലീസിന്റെ മെക്കിട്ടാണ് കയറിയത്. അന്ന് പോലീസ് അവളെ ഇത് ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും, ഈ പറയുന്ന സദാചാരവാദികളെല്ലാം
എല്ലാം കൂടെ വന്നേനെ. എൻ്റെ കയ്യിലുണ്ട് സാറേ, വേണമെങ്കിൽ വന്ന് നോക്കുന്നതാണ് പറഞ്ഞത്. ആ ഷിബില ഒരു ഗുണ്ടയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് പുറത്തു വന്ന വിവരം. അപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ നമുക്ക് തിരിച്ചിതിലേക്ക് വരാം. ഷിബിലയ്ക്ക് മറ്റൊരു പ്രണയമുണ്ട് എന്ന് തോന്നുന്നു. ഒരു പ്രണയമുണ്ട് അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് അതീതമായ ഒരു ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുകയാണ്. കൊന്നു തീർക്കുക എന്നുള്ളതൊക്കെ ഏത് കാട്ടുനീതിയാണ്? നമുക്ക് വേണ്ടാത്ത ഒരാളെ പല ബന്ധങ്ങളും അങ്ങനെയാണ് പിടിച്ചു നിർത്താൻ നോക്കുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഉപയോഗിച്ച ലഹരി അവന്റെ സിരകളിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഈ പറയുന്ന യാസിർ കഴിഞ്ഞ ഇടയ്ക്കാണ് ഒരു വയ്യാതെ കിടന്ന ഉമ്മയെ, സുബൈദ എന്ന് പറയുന്ന സ്ത്രീയെ, ഒരു ആഷിഖ് എന്ന് പറയുന്ന മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ വെട്ടിക്കൊലപ്പെടുത്തിയ ആഷിഖും രാസലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്നാണ് പുറത്തു വന്ന വിവരം. ആ ആഷിഖിന്റെ സുഹൃത്താണ് യാസിർ. ഇവരൊരുമിച്ചുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മറ്റൊന്നും പറയാനില്ല. എൻ്റെ പൊന്നും മക്കളെ, നിങ്ങൾ പ്രണയിക്കുന്നതൊക്കെ കുഴപ്പമില്ല, പക്ഷേ ഇതിന് എവിടെ അതിർവരമ്പിടണം എന്നുള്ളത് നമ്മുടെ മക്കൾ മനസ്സിലാക്കണം. കാരണം ഈ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് മക്കൾ മാത്രമല്ല, പിന്നെ ഈ നമ്മുടെ ഈ മറ്റ് ജീവിതത്തിലായിരുന്നാലും ഈ പറയുന്ന പോലെയുള്ള മറ്റൊരു ബന്ധം എന്ന് പറയുമ്പോൾ അതിനൊരു അതിർവരമ്പുകൾ വേണ്ടത് അല്ലേ? അതെ, മറ്റൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു ബന്ധം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ആ ബന്ധം നിർത്തിയിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുക. കാരണം എന്തിനാണ് ഒരേ സമയം രണ്ടുപേരെ ഇതാക്കുന്നത്? അതായത് വളരെ മോശമാണ് കേട്ടോ. ഒരാൾ ആത്മാർത്ഥമായ ഒരാളെ മാത്രം സ്നേഹിക്കുകയും മറ്റൊരു രീതിയിലുള്ള ഒരു എന്താ പറയാ, ഒരു സ്വീകരണം തന്നെ കരുതുന്നില്ല എന്ന് കരുതിയിട്ട് ആ ഒരു കാര്യത്തിലേക്ക് കിട്ടുന്ന വഴിയിലേക്ക് പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് ആ ബന്ധങ്ങളിലെ വിശ്വാസ്യത വിള്ളലാണ്. അത് ഇല്ലാണ്ടിരിക്കട്ടെ. കാരണം ഇതൊക്കെ അറിയുമ്പോഴാണ് പിന്നീട് ഈ കൊലപാതകം നടക്കുന്നത്. സ്വയം വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷം മനുഷ്യനല്ലാതെ മാറുന്നുണ്ട് അവിടെ. അതെ, അതിന് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40-ലെ പ്രണയം എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുകയല്ലേ. ഇനി പ്രണയിക്കാനോ യാതൊരു താല്പര്യമില്ലാതിരിക്കുന്നവരും ഇതൊക്കെ പറയുന്നത് കേട്ട ഈ 40-ലെ പ്രണയം എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. അരക്ഷിതാവസ്ഥയിലൂടെ സ്വന്തം പ്രണയവും സ്വന്തം ജീവിതവും നഷ്ടപ്പെട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നവർ, അവർ സ്വയം ന്യായീകരിക്കാൻ ഉണ്ടാക്കിയ ഒരു സംഭവമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. അതായത് പലർക്കും അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അതെന്താണെന്നറിയാം, സ്വന്തമായി വീട്ടിൽ ഒന്ന് ഒരുമിച്ചിരിക്കാനോ കരുതാനോ പലർക്കും സമയമില്ലാതെ പോകുന്നതിന്റെ കൂടി ഒരു പ്രശ്നമാണ് ഈ പറയുന്ന കാര്യം. അതെ, ഈ മക്കൾ മനസ്സിലാക്കേണ്ടത് ഈ അച്ഛനമ്മയും ചിലപ്പോ നിങ്ങളെ പഴയതുപോലെ വന്നിട്ട് സ്നേഹിക്കാനോ പിടിക്കാനോ ഒന്ന് കൂടെ ഇരിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അത് അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ആ അച്ഛനമ്മയെ ഓടുന്നതെന്നുള്ള ഒരു ചിന്ത മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും ഒന്ന് ഇട്ടിരുന്നെങ്കിൽ, മനസ്സിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വളരെ പൈശാചികവും ഒരു വളരെ ഇതായിട്ടാ തോന്നുന്നത്. ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, അവൻ പ്രണയിച്ച പെൺകുട്ടിയെയാണ് കുട്ടിയും അനാഥയായില്ലേ? അല്ലെ, പ്രണയത്തിന് ഒരു പവിത്രത എന്നൊക്കെ കാവ്യാത്മകമായ വാചകം അതൊന്നും ഇന്നില്ലെന്നേ. എല്ലാം അവനവനിസം മാത്രമാണ്. ഇന്നുള്ളതെല്ലാം അവനവനിസം മാത്രമാണ്.